നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ വിവാദമായി എ.ഡി.ജി.പി അജിത് കുമാറിന്റെ തിരുവനന്തപുരത്തെ വീട് നിർമ്മാണവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട് നിർമ്മിക്കുന്നതിൽ എന്താണ് കുറ്റമെന്ന് തോന്നാം. എന്നാൽ കോടികൾ വിലമതിക്കുന്ന ഭൂമിയിൽ കോടികൾ മുടക്കി അത്യാഡംബര മാളിക പണിയുന്നതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഭൂഗർഭ നിലയുൾപ്പെടെ 3 നില കെട്ടിടമാണ് കവടിയാറിലെ കണ്ണായി ഭൂമിയിൽ അജിത് കുമാർ പണിയുന്നത്. കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള അതിസമ്പന്നർക്ക് ഭൂമിയുള്ള മേഖലയിലാണ് അജിത് കുമാറിൻ്റെ വീട് ഉയരുന്നത്. വീടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ ആഡംബര സൗകര്യങ്ങൾ ഉണ്ടെന്ന് പ്ലാനിൽ നിന്ന് വ്യക്തമാണ്. നിർമ്മാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ പ്രകാരമാണെങ്കിൽ 3 നില കെട്ടിടമാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. ഇതിനൊപ്പം ഓപ്പൺ ബാത്ത് പ്ലേസ് എന്ന് ചേർത്തിട്ടുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂൾ ആകാമെന്നാണ് പറയുന്നത്. 2024 ഈ കെട്ടിടത്തിന് നിർമ്മാണാനുമതി ലഭിച്ചത്. താഴത്തെ ബേസ്മെൻറ്റിന് 2000 ചതുരശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം. ഇങ്ങനെ നോക്കിയാൽ 3 നില പണി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 6000 ചതുരശ്ര അടിക്ക് മുകളിൽ വലിപ്പമുള്ള മണിമാളികയാണ് ഇവിടെ ഉയരുന്നത്. പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത്. 3 നാൾ പൊക്കമുള്ള ബേസ്മെൻറ്റ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. വീടിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ അതിഥികൾക്കായുള്ള മുറികളായിരിക്കുമെന്നാണ് പ്ലാനിൽ നിന്ന് വ്യക്തമാകുന്നത്. പാർക്കിങ്ങും താഴെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവ് വരും. ഈ അടുത്ത കാലത്ത് വരെ സെൻറ്റിന് 65 ലക്ഷം രൂപയാണ് കവടിയാറിൽ ഭൂമിക്ക് വാങ്ങിയ കുറഞ്ഞ വില. പക്ഷേ അജിത് കുമാർ ഭൂമി വാങ്ങിയ സ്ഥലത്തിന് ഇതിലും പണം ചെലവാക്കേണ്ടി വരും. ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ വന്നു പോകാറുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ.ഡി.ജി.പി അജിത് കുമാറിനെ മാറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത്. ആ സ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ്, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരെയാണ് പരിഗണിക്കുന്നത് എന്നാണ് സൂചന. ഇതിനൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് എ.ഡി.ജി.പി മനോജ് എബ്രഹാമിനെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെങ്കിലും സസ്പെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് വിവരം. ക്രമസമാധാനത്തിന് പുറമെ ബി ബറ്റാലിയൻ്റെ ചുമതല കൂടി അജിത് കുമാറിന് ഉണ്ട്. ക്രമസമാധാന ചുമതല ഒഴിവാക്കി ബറ്റാലിയൻ ചുമതല മാത്രമായി നിലനിർത്തി സസ്പെൻഷൻ ഒഴിവാക്കിയേക്കും എന്നാണ് കരുതുന്നത്. ഇതല്ലെങ്കിൽ പോലീസിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും യൂണിഫോം സർവീസിലേക്ക് പരിഗണിക്കുന്നതും ഇപ്പോൾ ആലോചനയിലുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജയിൽ വകുപ്പിലേക്കായിരിക്കും മാറ്റമുണ്ടാവുക. അജിത് കുമാറിനെതിരെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി കോട്ടയത്ത് പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എ.ഡി.ജി.പി MR അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ഇവരിലാരെങ്കിലും അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. അൻവറിൻ്റെ ആരോപണത്തിൽ DGP S ദർവേഷ് സാഹിബുമായി കോട്ടയത്ത് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. അതീവ ഗുരുതരങ്ങളായ ആരോപണങ്ങളാണ് പി.വി. അൻവർ MLA MR അജിത് കുമാറിനെതിരെ ഉയർത്തിയത്. ഒരു കൊള്ള സംഘത്തെപ്പോലെ MR അജിത് കുമാർ പെരുമാറുന്നു, ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്നു തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ എ.ഡി.ജി.പി അജിത് കുമാറിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിക്കുന്നത്. മാത്രമല്ല എ.ഡി.ജി.പി അജിത് കുമാറിന് കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങളുമായും മാഫിയ സംഘങ്ങളുമായും അടുത്ത ബന്ധമുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ഇദ്ദേഹം കബളിപ്പിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചു. ഒപ്പം പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിൻ്റെ ഒരു ശബ്ദരേഖയും പുറത്തുവിട്ടുകൊണ്ടാണ് പി.വി. അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം SP S ശശിധരൻ എന്ന ഉദ്യോഗസ്ഥന് നേരെയും ഗുരുതരങ്ങളായ ആരോപണങ്ങൾ നേരത്തെ പി.വി. അൻവർ MLA ഉന്നയിച്ചിരുന്നു. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിന് മുന്നിൽ പ്ലക്കാർഡുകളും ബോർഡുകളുമായി പി.വി. അൻവർ കുത്തിയിരിപ്പ് സമരവും നടത്തിയിരുന്നു. ഒരു ഭരണകക്ഷി MLA തന്നെ ഇത്തരത്തിൽ പോലീസ് സംവിധാനത്തിന് നേരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പലകുറി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. മന്ത്രിസഭ പിരിച്ചുവിടണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ഉന്നയിച്ചത്.